എടി എന്നെ എന്താ വിളിക്കേണ്ടതെന്ന് അറിയില്ല. ഒരു പാവത്തിന് കൊലക്ക് കൊടുത്ത പനക്ക് സമാധാനമില്ലേ? കുറെ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറെ പെൺകുട്ടികളുണ്ട് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ബസ്സിലൊക്കെ കയറി കഴിഞ്ഞാൽ തിക്കും തിരക്കുള്ള ബസ്സിൽ കയറിയിട്ട് ആണുങ്ങളെ ഇട കയറി നിൽക്കും. ഇങ്ങോട്ടൊന്ന് തൊട്ടോ ഒരുമ എന്തെങ്കിലും ചെയ്ത് കാണാൻ അപ്പം മൊബൈലും പൊക്കി പിടിച്ചാണ്ട് ഇന്ന അവന് തൊട്ടി പിടിച്ച് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇതാക്കാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മൊബൈൽ തൂക്കി പിടിക്കാതെ അന്നേരം പ്രതികരിക്കാൻ വേണ്ടത് ഒരു പാവത്തിന് ഒരു കുടുംബത്തിലെ ഒരു ആൺതരിയെ ഇല്ലാണ്ടാക്കിയ പനക്കും അന്റെ കുടുംബത്തിനും സമാധാനമായില്ലടി. ഇപ്പൊ എനിക്ക് എന്തുണ്ടാക്കി കുറെ ലൈക്കും വിളിച്ചോ അന്റെ മൂട് താങ്ങുന്ന ആൾക്കാർ ചെയ്ത് നന്നായി എന്ന് പറഞ്ഞപ്പോൾ നീ അങ്ങോട്ട് കയറി പോയി എന്ന് വിചാരിച്ചോ? ഒരിക്കലും വിടരുത്. എല്ലാ ആണുങ്ങളും ഇതിന് പ്രതികരിക്കാൻ വേണം. കാരണം നമ്മൾ ആണുങ്ങൾക്ക് ചോദിക്കാനും പറയാനും ആരില്ല എന്നുള്ള ഹുങ്കാണ് പല പെൺകുട്ടികളും ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെൺകുട്ടികൾക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചാൽ അവർക്ക് സംസാരിക്കാൻ ഒരുപാട് ആൾക്കാർ, അത് അംഗീകരിക്കാൻ ഒരുപാട് ആൾക്കാർ. ആണുങ്ങൾക്ക് എന്താ മാന അഭിമാനമൊന്നും ഇല്ലേ? ഒരു കുടുംബത്തിൽ ഒരു ആൺതരിയെ നശിപ്പിച്ചപ്പോൾ എനിക്ക് സമാധാനമായില്ലടി. ഇതിനൊക്കെ എല്ലാവരും പ്രവർത്തിക്കാൻ വേണം. ഓളൊരു വീഡിയോ എടുത്ത് കണ്ടാൽ തന്നെ അറിയാം ഇത് റീച്ചിന് വേണ്ടിയിട്ട് എടുത്തതാണ്. ഇങ്ങോട്ട് മാരണം വെച്ച് കൊടുക്കണമെന്നും കണ്ടില്ലേ? ഒരതിക്കോ എന്ന് പറഞ്ഞാണ്ട് ഇത് എടുക്കാനായിട്ട് നിന്നതാണെന്നുള്ളത് ആ വീഡിയോ കണ്ടാൽ തന്നെ അറിയില്ലേ? ഉളുപ്പില്ലാത്ത ജാതി ഇങ്ങോട്ട് ഓള് വീഡിയോ എടുത്തിട്ടുണ്ട് റീച്ച് ഉണ്ടാക്കേണ്ട പാവത്തിന് കൊലക്ക് കൊടുക്കുക. എന്താണ് ഈ പാവക്ക് എവിടെ കൊണ്ടുപോയി തീർക്കും? ഇതിനെതിരെ സംസാരിക്കാൻ വേണം. നമ്മൾ ആണുങ്ങൾ ഇതിനെതിരെ സംസാരിച്ചിട്ട് അവൾക്ക് തക്കതായ ശിക്ഷ വാങ്ങി കൊടുക്കേണ്ട വേണം. ഇനി ഇതുപോലുള്ള പെൺകുട്ടികൾ ഇനി ഇതുപോലെ റീച്ച് ഉണ്ടാക്കരുത്. പല ആളുകളുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ബസ്സിൽ നിന്നുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത ആളുകളോട് പറയാം, അല്ലെങ്കിൽ അതിന് പ്രതികരിക്കുക. അതാണ് വേണ്ടത്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് ചെയ്തവനെ നിങ്ങൾ അവിടെ തന്നെ കൊടുത്തുകൊണ്ട് ശിക്ഷിക്കുക, അല്ലെങ്കിൽ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വണ്ടി പിടിപ്പിക്കുക, അല്ലെങ്കിൽ അവിടെ ആളുകളോട് പറയാം. അല്ല ഇതുപോലെ എടുത്തുകൊണ്ട് പാവപ്പെട്ടവരെ നാട്ടിക്കലല്ല. അല്ലെങ്കിൽ എന്താ അവകാശമാണ്? ഒരു പെണ്ണിന്റെ വീഡിയോ എടുത്ത് അനധികൃതമായിട്ട് വീഡിയോ എടുത്തു പറഞ്ഞ് പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊണ്ടിട്ട് പോയി കേസൊക്കെ കൊടുക്കുമല്ലോ, ഭയങ്കര പ്രശ്നമാക്കുമല്ലോ. എന്താ ആണുങ്ങൾക്ക് എന്താ ഈ മാനാഭിമാനമൊന്നുമില്ലേ? ആണുങ്ങൾക്ക് എന്താ? ആണുങ്ങൾ നിങ്ങൾക്ക് തോന്നുന്ന മാതിരി ആണുങ്ങളൊക്കെ വീഡിയോ എടുത്തുകൊണ്ട് ഇങ്ങനെ പ്രചരിപ്പിക്കാന്ന എന്ത് കിട്ടടി? എനിക്ക് എന്ത് കിട്ടടി? ആണക്ക് ഇതിനുള്ള ശിക്ഷ കിട്ടേണ്ട വേണം. ഇതിന് ആണുങ്ങൾ പ്രവർത്തിക്കേണ്ട വേണം. ഇതിന് ആണുങ്ങൾ ഇറങ്ങി ഇവൾക്കെതിരെ സംസാരിക്കേണ്ട വേണം. കാരണം ഒരു പാവപ്പെട്ട മനുഷ്യനെ ഇല്ലാണ്ടാക്കി അവരുടെ നാട്ടുകാരും കൂട്ടുകാരും കുടുംബക്കാരും ഒന്നടങ്കം പറയുന്നു ഇത്രയും നല്ലൊരു മനുഷ്യൻ ഇല്ലാന്ന്. അയാൾ എന്തോ സെയിൽസ് മാനേജറോ എന്തോ ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഇങ്ങോട്ട് അയാൾ സെയിൽസിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ബസ്സിൽ പല സമയങ്ങളിൽ യാത്ര ചെയ്യേണ്ടി വരുന്ന ഒരാളാണ്. അയാൾ കണ്ടാൽ തന്നെ അറിയാം മാന്യമായിട്ടുള്ളൊരു മനുഷ്യനാണ് എന്നുള്ളത്. ഇവിടെ വീഡിയോ കണ്ടാലും അറിയാം വീഡിയോ എടുക്കാനായിട്ട് നിന്ന് കൊടുത്തതാന്നുള്ളത്. എന്നിട്ട് ഉളുപ്പില്ലാത്ത പരിപാടിയും ചെയ്ത് കണ്ട് ഓള് എന്തൊക്കെ കാട്ടിക്കൂട്ടിയത്. അപ്പൊ എനിക്ക് സമാധാനമായില്ല ഒരു കുടുംബത്തിന്റെ ആൺതരിയെ ഇല്ലാണ്ടാക്കിയപ്പം. ഇതിനുള്ള ശിക്ഷ എന്തായാലും കൊടുക്കണം. നമ്മുടെ മുഖ്യമന്ത്രി ആയാലും DGP ആയാലും ഇവരൊക്കെ ആണുങ്ങളാണ്. ഈ ആണുങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ ഒരാളും ഇല്ലേ? ഇതിലൊക്കെ ശരി രാഹുൽ ഈശ്വരൻ തന്നെയാണ്. രാഹുൽ ഈശ്വർ ചെയ്യുന്നത് തന്നെയാണ് ശരി. നമ്മളെല്ലാവരും രാഹുൽ ഈശ്വരന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണം. അദ്ദേഹമാണ് ശരി. നമ്മൾ ആണുങ്ങൾ ഇതിനെ ഇറങ്ങി പുറപ്പെടേണ്ട വേണം. ഇനി മേലിൽ ഇങ്ങനെയുള്ള ഓരോ പെൺകുട്ടികൾ ഇമ്മാരി തെണ്ടിത്തരം തമ്മാടിത്തരം കാട്ടിക്കൂട്ടരുത്. ഇതിനെതിരൊക്കെ സംസാരിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മളൊന്നും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നതിൽ ഒരു അർത്ഥമില്ല. നമ്മൾ ആണുങ്ങളെന്ന് പറഞ്ഞ് നടക്കുന്നതിലും ഒരു അർത്ഥമില്ല. എന്തായാലും ഇതിന് തക്കതായ ശിക്ഷ ആ പെണ്ണിന് വാങ്ങിച്ചു കൊടുക്കണം. ഒരു സംഗതികളിലേക്കും വരാത്ത കച്ചറ പോലും ഇല്ലാത്ത ഒരാളാണ്. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ പോലും ആള് അതിന് മുന്നിലേക്ക് കയറി വരാത്തൊരു മനുഷ്യനാണ്. ഇങ്ങനെയൊരു സംഭവം കാണുമ്പോൾ അപേക്ഷമായിട്ട് അവൻ്റെ വല്ലാണ്ട് വേദനിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ എന്തായാലും ഇനിയും ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ചെയ്യുന്നവരോട് പ്രത്യേകം പറയാനുള്ളത് മറ്റൊരാളെ ജീവിതം എടുത്തിട്ട് പന്താടരുത് എന്നുള്ളതാണ്. എന്താണ് റിയാലിറ്റി എന്ന് അറിയാണ്ട് ഒന്നും പോസ്റ്റ് ചെയ്യരുത്, ഒന്നും ഷെയർ ചെയ്യരുത്. അത് റിക്വസ്റ്റാണ്. കൂടുതലൊന്നും പറയാനില്ല. ഇനിയിപ്പോൾ പോയത് ഇവർക്കാണ്. ആ കുട്ടിക്ക് ഒരു വീഡിയോ എയർ ചെയ്തതെന്നുള്ളൂ. പക്ഷേ പോയത് ഈ ഒരു അച്ഛനമ്മയ്ക്ക് മാത്രമാണ്. അവർക്ക് വേറെ ആരുമില്ല. അവർക്കൊരു ജോലി പോലും ഇല്ലാത്ത ആൾക്കാരാണ്. എന്താകും അവരുടെ മുന്നിലേക്കുള്ള ജീവിതം എന്നുള്ളത് കണ്ടറിയേണ്ടി വരും. ആ കുട്ടി എനിക്ക് അത് ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് മുന്നോട്ട് വരാണ്. അത് അവരെ വിജയിച്ചും ചെയ്ത കാര്യത്തിൽ നഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് ഇടയ്ക്കുള്ളവർക്ക് നഷ്ടപ്പെട്ട്